എനിക്ക് തൊടുവഴി അടുത്ത് ഒരു സ്ഥാപനമുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആൾക്കാരെ നോക്കും. 18 പേരുണ്ട് അവിടെ. അതിന് തൊട്ട് വാതിക്കലാണ് പി എ ജോസഫിൻ്റെ വീട്. പി എ ജോസഫിനോട് ഒരു മകൻ ജനുവരിയിലാണ് ആ മകൻ മരിച്ചത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ജോസഫ് ഈ മോനെയും കൊണ്ട് അവിടെ കാണാൻ വരും. എന്നോട് പറഞ്ഞു, അച്ഛൻ ഒരു ഉപകാരം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പശുവാണ്, ലക്ഷ്മി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ 28 പശുകളിൽ ഒരു പശു ഇതാണ്. അത് പ്രസവിച്ചാൽ രാവിലെ 24 ലിറ്ററും വൈകുന്നേരം 14 ലിറ്ററുമായിട്ട് 40 ലിറ്റർ പാല് വിൽക്കാൻ പറ്റും. പി എ ജോസഫ് ഒരു ദിവസം 895 ലിറ്റർ പാലാണ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം. ഈ പശുവിന് ചന പിടിച്ചാൽ 2 മാസം കഴിയുമ്പോൾ ഇളകി പോവും, ഒരു മാർഗവുമില്ല. അച്ഛൻ കാര്യമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഔസേപ്പച്ച മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമുണ്ട്, അവർ ഗർഭിണികളായെന്ന് പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. പക്ഷെ ഇന്ന് വരെ എരുമ, പശു ഈ ഐറ്റങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. ജോസഫ് പറഞ്ഞു, അച്ഛൻ വന്ന് പ്രാർത്ഥിക്കുക. ഞാൻ വീട്ടിൽ ചെന്നു. ജോസഫുണ്ട്, ഭാര്യ ശാന്തമ്മയുണ്ട്, അപ്പവും മക്കളും എല്ലാവരും ചുറ്റുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഉള്ളിൽ, ദൈവമായ കർത്താവേ, എൻ്റെ കുറവും അയോഗ്യത ഒന്നും പരിഗണിക്കരുത്. ഇവരുടെ വിശ്വാസം ഒന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ഒരു ചെറിയ ചനയെങ്കിലും കൊടുത്ത് ഈ പശുവിനെ അനുഗ്രഹിക്കണേ. ഞാൻ പ്രാർത്ഥിച്ചു പോയി. ഏതായാലും ആ പശു പിന്നീട് പ്രസവിച്ചു. ജോസഫ് ഇപ്പോൾ ആ പശുവിൻ്റെ 40 ലിറ്റർ പാല് വിൽക്കുന്നുണ്ട്. അപ്പം ആ ഉണ്ടായ ക്ലാവിനിട്ട പേര് അനാർക്കിലി എന്നാണ് ആ ക്ലാവിനിട്ട പേര്. പിയുടെ ഒരു മീറ്റിങ്ങിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ വീണ്ടും ലക്ഷ്മി ഗർഭിണിയായിട്ടുണ്ട്, എല്ലാം നേരെയായെന്നാണ് തോന്നുന്നത്. ഇപ്പം പാർട്ടിക്കാരുടെ മീറ്റിങ്ങിൽ പി ജോസഫ് പറഞ്ഞു, പുത്തമ്പരേച്ചനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പശുവിനിങ്ങനെ ചന പിടിച്ചു, ഇപ്പം പാല് വിൽക്കുന്നുണ്ട്. അവരോടൊരു സാക്ഷ്യം പോലെ. അന്ന് രാത്രി 9 മണിക്ക് ജോസഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നെ വിളിച്ചു. പുത്തമ്പരേച്ചനാണോ? ഇവൻ അതെ. ഔസേപ്പച്ചൻ്റെ പശുവിന് വേണ്ടി പ്രാർത്ഥിച്ചെന്നോ ചന പിടിച്ചെന്നോ ഇപ്പം പാല് വിൽക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, സത്യമാണ് എൻ്റെ അച്ഛൻ, അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരു കുട്ടത്തിപ്പന്നിയുണ്ട്, ചന പിടിക്കുന്നേ ഇല്ല, എന്തെങ്കിലും ചെയ്ത് ഒന്ന് ശരിയാക്കി തരാമോ? പലരും പ്രാർത്ഥനയെ കാണുന്നത് ഈ വിധത്തിലും ഈ രീതികളിലും ഒക്കെ ഉള്ളൂ, ഒരു തമാശ പോലെ. ഇതിനപ്പുറത്ത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്നവരുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കും, തലമുറകളെ അനുഗ്രഹിക്കും. ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ച ആരെയും നാണം കെട്ടി വിട്ടിട്ടില്ല, വിളിച്ചവൻ വിശ്വസ്തനാ. 1, ദൈവമായ കർത്താവിന് 1-ാം സ്ഥാനം. 2, കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. 3, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 4, കുടുംബത്തിൻ്റെ താഴ്വരകൾ നികത്തപ്പെടണോ, കുന്നും വരെയും നിരത്തപ്പെടണോ. 4 പറയുന്നു, മാതാപിതാക്കളെ ബഹുമാനിക്കണം.